അറിയാത്ത ഭാഷ. നമ്മളെ വീട്ടിൽ നിന്ന് 280 കിലോമീറ്റർ ദൂരെയാണ് അവരുടെ പ്ലേസ്. അവരെന്തുകൊണ്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്തു എന്നറിയില്ല. കാരണം കറക്റ്റ് സമയത്ത് കാരണം അവർ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം പേയ്മെന്റ് ഉണ്ട്, 3 പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഹാഫ് പേയ്മെന്റ് എങ്കിലും ആള് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ചെയ്തു. എന്നിട്ട് നമ്മൾ വരുമെന്ന് ആൾക്ക് എന്താ ഉറപ്പ്? എന്തുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ട് എന്ന് നമുക്ക് എന്താ ഉറപ്പ്? നമ്മൾ പറ്റിക്കാണോ? ഒന്നും നമുക്കറിയില്ല. ജസ്റ്റ് വാട്സപ്പിലൂടെ മാത്രം ഒരു കോണ്ടാക്ട്, അതൊരു ട്രസ്റ്റ്. എന്തുകൊണ്ട് അങ്ങനെ ട്രസ്റ്റ് ചെയ്തു പെട്ടെന്നൊന്നും എനിക്കറിയില്ല. ആളെന്തുകൊണ്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഒരു എന്താന്നറിയാത്തൊരു ഇമോഷൻ ചെക്കൊക്കെ ചെയ്തു നമ്മൾ പ്രൊഡക്ട്സും കാര്യങ്ങളും. അങ്ങനെ ആൾക്കത് കൊടുത്തു. ആൾക്ക് ദുപ്പട്ടൊക്കെ അപ്പം തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് ആൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ദുപ്പട്ടിട്ടിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. നമ്മളും ആളുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു അടിപൊളി ഡേ എന്ന് പറഞ്ഞാൽ നമ്മളെ ചില എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ നല്ലതിനാവുന്ന എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇതിലൂടെ എനിക്ക് തോന്നിപ്പോയി. അത്രയും ആൾ ഹാപ്പിയായി. നമ്മൾ ഈ ഒരു 3 പ്രൊഡക്റ്റ് കിട്ടിയതോടുകൂടി ആൾ ഒത്തിരി ഹാപ്പിയായി, ഒത്തിരി സന്തോഷമായി. എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾ ഈ ഇതുപോലത്തെ എടുത്ത് ചാട്ടങ്ങളൊക്കെ നിങ്ങൾ അതായത് കുഴിയിലേക്കാണോ ചാടിച്ചിട്ടുള്ളത്, ഹാപ്പിയിലേക്കാണോ ചാടിച്ചിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയുള്ളൂ.